ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ 6th സെമസ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ 6th സെമസ്റ്ററിലെ എൻ്റെ ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്നൊരു പേപ്പറാണ്. അപ്പം S6-ൻ്റെ പരീക്ഷയൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും S5-ൻ്റെ പരീക്ഷയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ S5-ൻ്റെ ഞാൻ പഠിപ്പിച്ച പേപ്പർ അതല്ല ബാക്കിയുള്ള പേപ്പറും ഒക്കെ എല്ലാം പഠിച്ച് വച്ചിരിക്കുകയാണെന്നുള്ള ധാരണയിലാണ് നമ്മൾ S6-ലേക്ക് കടക്കുന്നത്. അപ്പം ക്വാണ്ടം മെക്കാനിക്സ് പോലെ അത്ര ടഫായിട്ടുള്ള പേപ്പറൊന്നും അല്ല ന്യൂക്ലിയർ. കമ്പാരറ്റീവ്ലി നല്ല മാർക്ക് കിട്ടുന്ന ഒരു പേപ്പർ തന്നെയാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. എങ്കിലും ക്വാണ്ടം മെക്കാനിക്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് പേപ്പറിലേക്ക് കടക്കാം. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സ് എന്താണെന്ന് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത് അതൊരു ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണ് വിച്ച് ഡീൽസ് വിത്ത് ദി അറ്റോമിക് ന്യൂക്ലിയസ്, ഇറ്റ്സ് സ്ട്രക്ചർ, കോമ്പോസിഷൻ ആൻഡ് റിയാക്ഷൻ. ഒരു അറ്റോമിക് ന്യൂക്ലിയസിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കോമ്പോസിഷൻ, അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ റിയാക്ഷൻ, ന്യൂക്ലിയർ റിയാക്ഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സാണ് ന്യൂക്ലിയർ ഫിസിക്സ്. പിന്നെ ഒരു പാർട്ടിക്കിൾ ഫിസിക്സും കൂടെ ഉണ്ട്. ഈ പാർട്ടിക്കിൾ ഫിസിക്സിൽ നമ്മൾ ന്യൂക്ലിയസിനകത്ത് ഉള്ള പാർട്ടിക്കിൾസ് എന്താണെന്നറിയാം. പ്രോട്ടോണും അതുപോലെ തന്നെ ന്യൂട്രോണും. ഇത് കൂടാഞ്ഞിട്ട് വേറെ കുറേ പാർട്ടിക്കിൾസ്, എലമെൻ്ററി പാർട്ടിക്കിൾസൊക്കെ പിന്നീട് 1950s ശേഷം ഒരുപാട് പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെല്ലാം കൂടെ ക്ലാസിഫൈ ചെയ്യുക, അതിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു പേപ്പറാണ് പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന ഒറ്റ പേപ്പറായിട്ട് നിങ്ങൾക്ക് S6-ൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയർ ഫിസിക്സിലേക്ക് കടക്കാം. അതിൽ നമ്മുടെ സിലബസൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നായിരുന്നു. അപ്പോൾ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നിങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സിലബസിൽ വളരെ എലാബറേറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത്ര ഒരുപാടൊന്നുമില്ല. കുറേ യൂണിറ്റുകൾ 7 യൂണിറ്റുണ്ട്. എങ്കിലും സാമാന്യം നല്ലൊരു സിലബസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ഫസ്റ്റ് യൂണിറ്റിൽ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ് ആണ് പഠിക്കുന്നത്. അപ്പം ന്യൂക്ലിയസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം, ന്യൂക്ലിയർ മാസ്, സൈസ്, ഡെൻസിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച്, ബൈൻഡിങ് എനർജിയെക്കുറിച്ച്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ന്യൂക്ലിയർ മോഡലാണ്. നമ്മളിപ്പോൾ ആറ്റം മോഡൽ പറയുന്നത് പോലെ ന്യൂക്ലിയസിനകത്തും ഡിഫറെൻ്റ് എനർജി ലെവൽസ് ഉണ്ടെന്നും അങ്ങനെ 3 മോഡലിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത്. മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് റേഡിയോ ആക്ടിവിറ്റിയാണ്. റേഡിയോ ആക്ടിവിറ്റിയൊക്കെ വളരെ എളുപ്പമുള്ള പേപ്പറാണ്, വളരെ എളുപ്പമുള്ളൊരു യൂണിറ്റാണ്. കാരണം നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആൽഫ ഡിക്കെയും അതുപോലെ തന്നെ ബീറ്റ ഡിക്കെ, ഗാമ ഡിക്കെനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റേഡിയോ ആക്റ്റീവ് ലൈഫ് ഹാഫ് ലൈഫ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അതാണ് റേഡിയോ ആക്ടിവിറ്റിയിൽ പഠിക്കുന്നത്. പിന്നെ ഉള്ളത് ന്യൂക്ലിയർ റിയാക്ഷൻ, 4ാമത്തെ ന്യൂക്ലിയർ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ, അങ്ങനെ കൺട്രോൾഡ് ന്യൂക്ലിയർ റിയാക്ഷൻ, അങ്ങനെയൊക്കെ ഉള്ള ന്യൂക്ലിയർ റിയാക്ഷനിൽ പഠിക്കുന്ന അതല്ല. അത് ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ, ക്യൂ വാല്യൂ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ആൽഫ ബീറ്റ ഡിക്കെ, ആൽഫ പ്രോട്ടോൺ, അങ്ങനെയൊക്കെയുള്ള ഒരു ന്യൂക്ലിയസിനെ ഒരു എക്സ്റ്റേണൽ ടാർജറ്റ് അല്ലെങ്കിൽ ഒരു ടാർജറ്റ് വെച്ച് ബൊമ്പാർഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് പാർട്ടിക്കിളും ഒക്കെ കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസാണ്. അതുപോലെ ക്യൂ വാല്യൂ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻസ്. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ വേറൊരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷനെക്കുറിച്ച്, ഫ്യൂഷനെക്കുറിച്ച് പഠിക്കുന്നു. സോഴ്സ് ഓഫ് സ്റ്റെല്ലാർ എനർജി പഠിക്കുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ച്, അതൊക്കെയാണ് ന്യൂക്ലിയർ ഫിഷനിലും ഫ്യൂഷനിലും പഠിക്കുന്നത്. പിന്നെ ഉള്ളത് വേറൊരു യൂണിറ്റാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആൻഡ് ഡിറ്റക്ടർ എന്ന്, വളരെ ചെറിയൊരു ചാപ്റ്റർ. അതിൽ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ, പാർട്ടിക്കിൾ ആക്സിലറേറ്റർ, വാൻഡിഗ്രാഫ് ജനറേറ്റർ, അതുപോലെ തന്നെ സൈക്ലോട്രോൺ, സിങ്ക്ലോട്രോൺ, ബീറ്റാട്രോൺ, അങ്ങനെയൊക്കെ ഉള്ള ചില പാർട്ടിക്കിൾ ആക്സിലറേറ്ററിനെ കുറിച്ചും ഈ പാർട്ടിക്കിളിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന GM കൗണ്ടർ, സെൻറ്റിലേഷൻ കൗണ്ടർ, അയണൈസേഷൻ ചേംബർ, അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ
ആണ് നമ്മൾ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആൻഡ് ഡിറ്റക്ടറിൽ പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് പാർട്ടിക്കിൾ ഫിസിക്സ്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിലെ പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഒരൊറ്റ യൂണിറ്റിലാണ് ഒതുക്കിയിരിക്കുന്നത്. പാർട്ടിക്കിൾ ഫിസിക്സിൽ നമ്മൾ എലമെൻ്ററി പാർട്ടിക്കിൾസിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സിമ്മട്രി കൺസർവേഷനിൽ അത് അങ്ങനെ പിന്നെ ഒരു ക്വാർക്ക് മോഡൽ, ഇതൊക്കെയാണ് നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സിൽ പഠിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ പാർട്ടിക്കിൾ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ സിലബസ്. മൊത്തത്തിൽ 7 യൂണിറ്റുള്ള ഒരു പേപ്പറാണ്. 7 യൂണിറ്റ് എന്ന് വെച്ച് പഠിക്കാനൊന്നും വേണ്ട, വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്.